ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വിളമ്പുന്നത് കപ്പ മീൻ പുഴുക്കാണ് കേട്ടോ. നമ്മൾ തലശ്ശേരിക്കാരുടെ കിഴങ്ങ് മത്തിപ്പുഴുക്ക്. അപ്പോൾ ഇതൊന്ന് നമ്മൾ തലശ്ശേരി ടേസ്റ്റിലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു ഏകദേശം 1.5 കിലോ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആ കിഴങ്ങ് കപ്പ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് കഴുകണം. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഈ വലുപ്പത്തിൽ ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ തൊലി നന്നായിട്ട് എളുപ്പത്തിൽ റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൊലി എടുക്കാനായിട്ട് നമ്മൾ ചെറിയ പീസാക്കി എടുക്കുക. നമ്മളിപ്പം ഓരോരോ നാട്ടിലും ഓരോരോ രീതിയിലായിരിക്കുമല്ലോ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളെ രീതി കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ. പിന്നെ ഇപ്പോൾ ഇത് കപ്പേൻ്റെ തൊലി കളയുന്നതെന്ന് വെച്ചാൽ ഇത് നാടൻ കപ്പയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് തൊലി ഇങ്ങനെ റിമൂവ് ആയി വരുന്നത്. നമ്മളൊരു കൊത്തി ഇങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെ അതിൻ്റെ തൊലി ഇത് നന്നായിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട്. എല്ലാത്തിൻ്റെ തൊലിയും നമ്മളിങ്ങനെ പൊളിച്ച് വെച്ചിട്ട് നമ്മളതിനെ കഴുകണം. ഇപ്പം എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് നമ്മൾ കഴുകിയെടുക്കുക. എന്തായാലും കുറച്ച് മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, മണ്ണിൽ വളരുന്ന സാധനമല്ലേ. അപ്പോൾ ഒന്നുകൂടി കഴുകിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ പീസാക്കി എടുക്കണം. പീസാക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു കൊള്ളി ഉണ്ടാവും. കൊത്തി കഴിയുമ്പോൾ നടുവിൽ ഒരു ചെറിയൊരു കൊള്ളി കിട്ടും. അത് നമ്മൾ മാറ്റിയെടുക്കണം. അത് നമ്മൾ കളയണം. കാരണം അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കപ്പ കഴിക്കുമ്പോൾ നമ്മൾ വായിലേക്ക് വരും. അപ്പോൾ അത് ചെറിയ കുട്ടികളോ ഇല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ കഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പ്രോപ്പറായിട്ടായിരിക്കും നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെല്ലാം കൊത്തി വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൊത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഞാനിപ്പോൾ 3ാമത്തെ വെള്ളമാണ്. 2 വെള്ളത്തിൽ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട്. അത് വീണ്ടും കഴുകിയിട്ട് നമ്മൾ മാറ്റിയിട്ട് ഒരു ട്രേയിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം പോക്കി വെള്ളം ഊറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട്, കുക്കറിലിടുന്ന ആൾക്ക് കുക്കറിലിടാം, അല്ലാതെ സാധാരണ ചട്ടിയിൽ വെക്കുന്ന ആൾക്ക് ചട്ടിയിൽ വെക്കാം. ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് മുഴുവൻ അത് എത്രയാണോ കപ്പ അത് മുങ്ങി നിൽക്കേണ്ട വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിപ്പിക്കണം. ഇതിപ്പോൾ പച്ച വെള്ളമല്ല ഒഴിക്കുന്നത്, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് അത്രയും വേഗം കുക്കറിൽ ആവി വരും. അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും ഇട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വെള്ളത്തിന് ഉപ്പും എരിവൊക്കെ പാകമാണോ നോക്കണം. എനിക്കിപ്പോൾ ഇതിൽ എരിവ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എരിവ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മൂടി വെച്ചിട്ട് ഗ്യാസിൽ വേവിപ്പിക്കാം. ആകെ ഒറ്റ വിസിൽ എന്നിട്ട് നമ്മൾ വിസിൽ വേഗം റിമൂവ് ചെയ്യും വേണം. അതിൻ്റെ എയറൊന്ന് റിമൂവ് ചെയ്യും വേണം. ഇനി അത് ആയിട്ടുണ്ട്. അതിലേക്ക് ചേർക്കേണ്ട അരപ്പാണിത്. തേങ്ങ, വെളുത്തുള്ളി, 2 പച്ചമുളക്. വെളുത്തുള്ളി എന്ന് പറയുന്നത് 1.5 അല്ലി എടുത്തിട്ടുണ്ട്. 1.5 ബോൾ വെളുത്തുള്ളി, 1.5 വെളുത്തുള്ളിയും തേങ്ങയും പച്ചമുളകും ജീരകമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചിട്ട് വെക്കണം. ഇതിപ്പം 17 മത്തിയുണ്ട്. 17 മത്തി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച കിഴങ്ങ് ഒരു ചീൻചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ആ ചീൻചട്ടിയിലേക്ക് 17 മത്തിയും ഇച്ചിരി വെള്ളവും ഒരു ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഈ മത്തി വെന്തിട്ട് അതിലേക്ക് ആവുന്നത് വരെ നമ്മൾ വീണ്ടും പാകം ചെയ്യണം. മത്തീൻ്റെ ഫ്ലഷ് അതിലേക്ക് ആവണം. അതിന് നമ്മൾ അങ്ങനെ വേവിക്കണം.
അപ്പോൾ ഇതിൽ മത്തിക്ക് നമ്മൾ ഓൾറെഡി മുളക് പുരട്ടാത്തത് കൊണ്ട് ഒരിത്തിരി മുളകും കൂടി ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വെന്ത് വരുന്നുണ്ട്, നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പം അത് മത്തി ആ മുള്ളിന്ന് ഇളകി വരും. അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കുക. ഇപ്പം കണ്ടോ നമ്മൾ മത്തി മുള്ളിന്ന് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ മത്തീനെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇടണം. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ മുള്ള് മാത്രം മാറ്റിയെടുത്തിട്ട് അതിൻ്റെ മത്തീൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ കിഴങ്ങിലേക്ക് ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പം മുള്ള് നമുക്ക് വായിലേക്ക് വരില്ല. ഇതുപോലെ മത്തി ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ വാല് പിടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതിയാവും. ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ ഓരോരോ മത്തിയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ എല്ലാം മുള്ള് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ ഉപ്പും മുളകും ഒക്കെ കറക്റ്റാണോ എന്നുള്ളതൊന്നും നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ഇടാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിനി അരക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞില്ലേ, അതിലും ഒരു നുള്ള് മുളകും ഉപ്പും ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ ആ അരപ്പിന് വേണ്ട ആവശ്യമുള്ള എരിവും മുളകൊക്കെ അതിലേക്ക് വരും. ഇതിപ്പം അരവായിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി മുളകിട്ടിട്ട് തന്നെയാണ്, മുളകും ഉപ്പും ഇട്ടിട്ട് തന്നെയാണ് അത് അരച്ചിട്ടുള്ളത്. ആ കിഴങ്ങിലേക്ക് ആ തേങ്ങ അരപ്പ് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അരയ്ക്കുമ്പോൾ തന്നെ കറിവേപ്പിലയും ചേർക്കണം. അപ്പോൾ മാത്രമാണ്, ഇതിപ്പോൾ നമ്മൾ എല്ലാം നമ്മളെ വീട്ടിലുണ്ടായ സാധനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറിവേപ്പിലക്കൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുന്നുണ്ട്. അരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് നമ്മൾ ഈ കിഴങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായി വരുമ്പോഴത്തേക്കും അടിപൊളി മണമായിരിക്കും വരുന്നത്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറു തീയിൽ വെക്കുക. ഒന്ന് തിളക്കാനായിട്ട് ചെറുതീ ഒരു 2 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കിയാലും നന്നായിരിക്കും. കാരണം അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവും ഇത് എല്ലാം യോജിച്ചു വെന്ത് കഴിഞ്ഞോ എന്നുള്ളത്. അതിപ്പോൾ ഇങ്ങനെ ഈ കാണുന്നില്ലേ ബബിൾസ് വരുന്നത് പോലെ, അത് വന്നാലാണ് ശരിക്കും ആ വെന്തോ തേങ്ങ ഇട്ട് നമ്മൾ തേങ്ങ അരപ്പിൻ്റെ ഇതൊക്കെ മിക്സ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ ഒരു ഇലയിലേക്ക് ഇട്ടാൽ, ചൂടോടെ തന്നെ ഇലയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം ഉണ്ടാവും. അത് നമുക്ക് കഞ്ഞീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസും ചെയ്യണം. അതുപോലെ എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ, എല്ലാ ചാനൽസിനെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നല്ലത്. അപ്പോൾ എൻ്റെ ചാനലിനെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.